ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പറയുന്നത് വെച്ചാൽ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൊണ്ട് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഓൾക്കും വേണ്ടിയിട്ട് അവളെ ക്ലിനിക്കിൻ്റെ താഴെ വെയിറ്റിംഗ് ആണ്. ബ്ലോഗർ സൈഫുനീസ ചെയ്താ പോസ്റ്റാക്കി നിർത്തിയാണ് ആളെ. അപ്പോൾ ഗായ്സ് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നാ പോലെ ആദ്യം വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് പോലെ പിന്നെ പോണ്ടേ. ഓക്കെ എന്നാൽ എന്നതാ നേരെ വിട്ടു പോട്ടെ. മഴ പെയ്യും പെയ്യാതിരിക്കാൻ അത് തിന്നാൻ പോണം. മഴ പെയ്താലും ഇല്ലെങ്കിലും തിന്നണം. അപ്പം എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്താ പറയുക കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡെസേർട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഷോപ്പിൽ അതുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആ ഷോപ്പിൽ കയറിയിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുള്ളൂ സംഭവം. ഇങ്ങനത്തെ ഒരു ഷോപ്പാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഐസ്ക്രീംസായിട്ട് അതുപോലെ എനിക്ക് ഓരോരോ ഡെസേർട്ട് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണെന്ന് കണ്ടിട്ടുള്ളൂ, കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ നേരെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് വന്നിട്ട് സ്മൂച്ചോ എന്നാണ്. അപ്പോൾ അവിടുത്തെ മെനു കാർഡൊക്കെ നോക്കിയിട്ട് വലിയ വലിയ പേരൊക്കെ ഉണ്ട് സാധനത്തിൻ്റെ നേരെ. അപ്പോൾ നമ്മളിതാ ഡബിൾ മാംഗോ ടൊർണാഡോ, അത് മാംഗോൻ്റെ ടെസ്റ്റർ വരുന്ന എന്തെങ്കിലും ടേസ്റ്റ് ഉള്ളതാവും. നമ്മൾ സാധനം കണ്ടിട്ടില്ല, തിന്നിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ മാംഗോ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മാംഗോൻ്റെ ഫ്ലേവർ വരുന്ന ആ സംഭവം ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ മുനി എന്തോ ഒരു ഐസ്ക്രീം സ്കൂപ്പും ഓർഡർ ചെയ്തു. നമ്മൾ തൃശ്ശൂർ റോഡില്ലേ, തൃശ്ശൂർ റോഡിനുണ്ട് കയറുമ്പോൾ പറമ്പിലങ്ങാടിയിൽ റോഡ് സൈഡിൽ തന്നെയാണ്. ഓപ്പോസിറ്റ് മഹീന്ദ്ര കടൻ്റെ പേര്. ഇപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്ത ഡബിൾ മാംഗോ ടൊർണാഡോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീമും ക്രീമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫില്ലിങ്ങും കാര്യം, അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 189 ആണ്. ആ ഒരു റേറ്റിന് എന്തായാലും എന്താ പറയുക, നമ്മളെ പൈസക്ക് വെർത്തായിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇതിൻ്റെ എന്താ പറയുക ടേസ്റ്റ് ടെസ്റ്റർ ആണെങ്കിലും നല്ല നമ്മളെ പൈസ മുതലാവും എന്തായാലും. താഴെ ഒരു എന്താ പറയുക ബ്രെഡ് പോലെ, അതിൻ്റെ മേലെ ക്രീം, പിന്നെ ഐസ്ക്രീം, പിന്നെ മാംഗോ കട്ടിങ് ഒക്കെ വായിലിടുമ്പോൾ നല്ല അലിഞ്ഞ് പോണ ഒരു ടൈപ്പ്, നല്ല മാംഗോൻ്റെ ഒരു ഫ്ലേവറും പിന്നെ മാംഗോ കട്ടിങ് കടിക്കാനായിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. പിന്നെ മാംഗോ സ്കൂപ്പ് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് ഒന്നും കഴിക്കൂല, അതുകൊണ്ട് അതന്നെ വീണ്ടും സ്കൂപ്പ് ഓർഡർ ചെയ്ത് ഐസ്ക്രീം സ്കൂപ്പ്. അതും അത്യാവശ്യം ഇതുപോലെ ടേസ്റ്റ് ഉണ്ട്. രണ്ടും ഒരു ചെറിയ എനിക്ക് തോന്നിയത് രണ്ടൊരു ടേസ്റ്റാണ്, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഐസ്ക്രീം സ്കൂപ്പ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ എൻ്റെ ഉപ്പ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയായി.
നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു, ഉപ്പാൻ്റെ കൂടെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഇവിടെ ഇരുന്ന്. ഞങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അധികം ഉപ്പാൻ്റെ അടുത്തേക്ക് വരാറുണ്ട്, ഉപ്പാനെ കണ്ടിട്ട് പോവാറ്. എടുക്കൂലല്ലോ, ഹെവി റെയിൻ ആട്ടോ. അങ്ങനെ ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ വീണ്ടും വണ്ടി സൈഡാക്കി. അപ്പം ഇതാ ഒരു 4-5 പീസ് ഓർഡർ ചെയ്ത് അത് കഴിക്കുകയാണ്. പറയോ ചൂടൊന്നും ഒരു ബുദ്ധിരല്ല കണ്ടില്ലേ വേണ്ടാ. അങ്ങനത്തെ നേരെ വീട്ടിലെത്തി, വീട്ടിലാക്കി തന്നിട്ട് മുന്നേ തിരിച്ച് വീട്ടും പോവാണ്. പറഞ്ഞോ ആയിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ. എന്ത് അപ്പോൾ എന്താ പറയാ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത് കൊടുത്താ ഓക്കെ ബൈ.